ഹലോ ഗൈസ്, അപ്പോൾ 2025 അവസാനിക്കാൻ പോവുകയാണ്. ഈ വർഷത്തെ മോസ്റ്റ് മെമ്മറബിൾ ആൻഡ് എൻജോയബിൾ മൊമെൻറ്റ് എൻ്റെ കൊടൈക്കനാൽ ട്രിപ്പ് തന്നെയായിരുന്നു. ഒരു ട്രാവലറും ബുക്ക് ചെയ്ത് നമ്മുടെ കുറച്ച് കൊളീഗ്സ് മാത്രമായിട്ട് യാതൊരു പ്ലാനും ഇല്ലാണ്ട് പോയ ഒരു ട്രിപ്പായിരുന്നു കൊടൈക്കനാൽ ട്രിപ്പ്. ഇറ്റ് ഹാസ് ബീൻ ദ ബെസ്റ്റ് ഓഫ് 2025. എൻ്റെ ആദ്യത്തെ കൊടൈക്കനാൽ ട്രിപ്പാണിത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഐഡിയ ഇല്ല ഇതെവിടെയാണ് എന്താണ്, ഒരു പ്ലാനും ഇല്ലാണ്ടാണ് നമ്മൾ നേരെ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് പാട്ടെന്ന് വെച്ചാൽ ഇതിൽ നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരും ഇല്ല. നമ്മൾ ജസ്റ്റ് 13 പേര് നേരെ കയറി ഒരു ട്രാവലിൽ ബുക്ക് ചെയ്ത് പോകുന്നു. ഇതായിരുന്നു ഇതിൻ്റെ ഹൈലൈറ്റ്. അതുകൊണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എവിടെ പോകണം, എങ്ങനെ പോകണം, അതെല്ലാം നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇത് ട്രാവലറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന പ്ലാനിങ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 മണി to 2 മണിയുള്ള ഷിഫ്റ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ ട്രാവലർ കയറിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പ്ലാനിങ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കിടന്ന് ഉറങ്ങി. എന്നിട്ട് രാവിലെ എണീറ്റപ്പോൾ ഈ അടിപൊളി വ്യൂ കണ്ടു. എല്ലാവരും ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഒരിടത്ത് കയറി ഫുഡ് കഴിച്ചായിരുന്നു. രാവിലെ എണീറ്റതിന് ശേഷം ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇറങ്ങി. ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ കൊടൈക്കനാലിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ അമ്പൂർ ബിരിയാണി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിവിടെ ഒരു കടയിലിരിക്കുകയാണ്. 6 പേർക്കുള്ള 2 ബക്കറ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമ്മള് ഡ്രൈവർ ചേട്ടനെ പരിചയപ്പെടാം. അൻസർ ചേട്ടൻ. ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത് ക്ലീൻ ഷേവ് ചെയ്ത് ദിൽറ്റോടെ ലുക്കും. പ്രായം കുറഞ്ഞില്ലേ? ഒരു എത്ര തോന്നിക്കും? 16 ബേബി ഫേസ് ആയി. ഇതിൽ വെജായോണ്ട് അവന് ഫ്രൈഡ് റൈസ് മാത്രമാണ്. എന്നിട്ട് ബാക്കിയുള്ളവർ അവിടെ ഇരിപ്പുണ്ട്. മൊത്തം നമ്മള് 13 പേര്. ഇങ്ങോട്ടാ 13 പേര് ആണ് നമ്മൾ ട്രിപ്പിന് വന്നിരിക്കുന്നത്. തിരിയാൻ പറ്റുമോ? നമ്മുടെ അവിടുത്തെ സ്റ്റേ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു 2 നില വീടാണ് നമുക്ക് സ്റ്റേ ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടെ എത്തിയിരിക്കുകയാണ്. കൊടൈക്കനാലിന്റെ സ്റ്റേ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ വണ്ടി ഭയങ്കര സാഹസ്യമായിട്ടുള്ള പാർക്കിംഗ് ആണ്. വണ്ടിയുടെ ഫ്രണ്ട് ഡ്രൈവറിന്റെ സ്കില്ലാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഞാൻ എടുക്കാൻ അപ്പോൾ നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് കൊടൈക്കനാൽ. നമ്മൾ ഗുണ കേവ്, ഇവിടുത്തെ പൈൻ ഫോറസ്റ്റ്, അതേപോലെ ലേക്ക്, ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ സമയത്തിന്റെ പരിമിതി മൂലം നമ്മൾ പെട്ടെന്ന് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഫ്രഷ് ആവുന്നതിന്റെ തിരക്കിലാണ്. നമുക്കിനി നമ്മുടെ സ്റ്റേയുടെ റൂംസ് ഒക്കെ നമുക്ക് നോക്കാം. ഇതാണ് ഒരു റൂം എന്ന് പറയുന്നത്. ബെഡ് വരുന്നുണ്ട്, അതേപോലെ ചെറുതായിട്ടൊരു കണ്ണാടി, താഴെ കബോർഡൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് തന്നെയാണ് റൂം. ഇതിന്റെ ബാത്റൂം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരാളുണ്ട്. ഇപ്പോൾ അത് വെളിപ്പെടുത്താൻ പറ്റൂല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെയാണ് അടുത്ത റൂമുള്ളത്. ഈ റൂം എന്ന് പറയുമ്പോൾ ഇത്രയുണ്ട്. ഇവിടെ ഒരു ബാത്റൂം. പക്ഷേ ഈ ഇതില് ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയാണ് നമുക്ക് ബാൽക്കണിയിൽ നോക്കിയ സെറ്റ് വ്യൂ ആണ്.
മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പിന്നെ താഴെ മരുന്നടിക്കുന്നതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ റെഡി ആവട്ടെ. അപ്പോൾ ഗുണ കേവ് 4 മണിക്ക് അടയ്ക്കും. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ മണി 2:30 അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു മണിക്കൂർ എടുക്കും. അതുകൊണ്ട് തന്നെ താമസിക്കും. സോ നമ്മൾ ഗുണ കേവിൽ ഇന്ന് പോകുന്നില്ല. അതിന് പകരം ഒരു ലേക്കുണ്ട്, അവിടെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. പിന്നെ തിരിച്ച് വരും വഴി നമുക്ക് വ്യൂ പോയിന്റ്സ് ഉണ്ട്, അവിടെ കൊണ്ട് കയറിയിട്ട് നമ്മൾ ഇന്നത്തേക്ക് ഒന്ന് ഒതുക്കുകയാണ്. നാളെ രാവിലെ നേരത്തെ എണീറ്റതിന് ശേഷം നമ്മൾ ഗുണ കേവ്, പൈൻ ഫോറസ്റ്റ് അങ്ങനെയുള്ള ഇതിൽ പോയിട്ട് പിന്നെ നേരെ പൂണ്ടി വഴി പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് പിന്നെയും പ്ലാൻ മാറുമെന്നൊക്കെ നോക്കാം. എന്തായാലും മാറാത്ത രീതിയിൽ നോക്കാം, ബോറാക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം മാക്സിമം കവർ ചെയ്തെല്ലാം കണ്ട് തന്നെ കൊടൈക്കനാൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല ലാഗ് അടിച്ചു. നമ്മൾ ഉറങ്ങിയൊന്നുമില്ലല്ലോ, അപ്പം വണ്ടി കിടന്ന് ഉറങ്ങിയത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇവിടെ കിടന്നൊന്നും ഇപ്പോൾ ഉറങ്ങാൻ പറ്റിയില്ല. ഇപ്പം കഴിഞ്ഞിട്ട് വേണം റെസ്റ്റ് എടുക്കാൻ. അപ്പോൾ ഗൈസ്, നമ്മൾ ലേക്കിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ കയാക്കിങ്ങിനായിട്ട് പോവുകയാണ്. കയാക്കിങ് അല്ല, പെഡലിങ്ങിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു 2 പേര് പോകുന്ന പെഡലിങ്ങിന് 200 രൂപ, ബാക്കി 300, 450 അങ്ങനെയാണ്. 4 പേരും 6 പേരൊക്കെ പോകുന്നത്. ഗൈസ്, നമ്മളിപ്പോ പെഡലിങ്ങിന് കയറിയിരിക്കുകയാണ്. ചുറ്റാകെ വെള്ളമാണ് ഗൈസ്. ഒളിവർ നമ്മള് നയിക്കുന്നു. അപ്പുറത്ത് ശ്രീജിത്തുണ്ട്, ശ്രീജിത്തിന്റെ കൂടെ ശ്രീരാഗുണ്ട്. നമ്മള് അപ്പുറത്ത് ഇതില് അശ്വിൻ, ഡിൽറ്റോ, സരൂപ് പോവാണ്. നമുക്ക് അവന്മാരെ ഒപ്പ് വെക്കാം. ഇങ്ങോട്ടേക്ക് ബോട്ടിലിരുന്നുകൊണ്ട് തന്നെ എല്ലാരും കൂടെ ഉള്ള ഒരു ഫോട്ടോ എടുക്കാനുള്ള പ്ലാനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇത് അവിടെ വന്ന് 60 രൂപ ഒരാള്. പെഡലിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്യൂട്ട് കൊച്ച് എണീറ്റ് നിന്ന് അതിന് എത്തുന്നില്ല പെഡൽ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് എത്താൻ വേണ്ടി എണീറ്റ് നിന്നിട്ടൊക്കെ ചവിട്ടുന്നു. പാവം, നല്ല ക്യൂട്ട് കൊച്ച്. 4 മിനിറ്റ് ആയിരിക്കില്ലല്ലോ. ലൈഫിൽ ഒരു വട്ടെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ചവിട്ടി നമ്മുടെ കാല് ഉപ്പാടെ എടുക്കും.
പിന്നെ ഇതിനൊരു ബോണസ് പോയിന്റ് പറഞ്ഞുതരാം. ആക്രാന്തം കാണിച്ച് പിടിച്ച് ചവിട്ടിട്ട് ഒരു കാര്യമില്ല, എവിടെ എത്തില്ല, കയ്യെ ചവിട്ടുക. പിന്നെ ചവിട്ടാൻ ആഗ്രഹമില്ലാത്തവന്മാരെയും കേറ്റരുത്. ചവിട്ടുമ്പോ സൈഡിൽ കൂടെ ചവിട്ടി പോവാ. അപ്പൊ നല്ല വ്യൂ കിട്ടും, എല്ലാ വ്യൂ ഒത്തു കിട്ടും. പെഡലിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമുക്ക് അശ്വിനോട് റിവ്യൂ പറയാം. നല്ല പെഡലിംഗ് കൊള്ളാം. ജിമ്മിൽ പോവാതെ വരിക, കാലേ മസിൽ പിടിക്കും. ലെഗ് വർക്കൗട്ട് ചെയ്യാത്തവരാണെങ്കിൽ ബെസ്റ്റ് സാധനം. പറഞ്ഞ പോലെ തന്നെ പെഡലിംഗ് കിടിലായിരുന്നു, സൂപ്പർ ആയിരുന്നു. Guys, if you are coming to Kodaikanal, you must experience this. ഗൈസ് നമ്മള് പെഡലിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ ചുമ്മാ തേരാപ്പേര നടക്കുവാണ്. അപ്പോ ചുമ്മാ തേരാപ്പേര നടക്കുവാണ്. കടയിലും കയറി സാധനങ്ങളൊക്കെ മേടിക്കാൻ നോക്കുന്നുണ്ട്. ഒരാൾ നമ്മളെ കൂടെ ഉള്ള ശ്രീരാഗ് ജാക്കറ്റ് മേടിച്ചു. ഞാൻ എന്താ ഈ ഒരു സാധനം മേടിച്ചു. കുറെ നാളായിട്ട് ഇത് മേടിക്കണം വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ അത് മേടിച്ചു. ഞാൻ അങ്ങോട്ട് മാറിക്കോട്ടോ. സൈക്ലിംഗ് സ്റ്റാർട്ടിംഗ്. ഓക്കെ, താങ്ക് യു. കൊടൈക്കനാലിലെ തെരുവിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ സ്ഥലങ്ങളിൽ പോയതെന്ന് വെച്ചാല് നമ്മള് എന്താണ് ഡോൾഫിൻ നോസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ പോകാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ എന്താണ് സമയം 5:30 വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. 4:45 നമ്മൾ ഇവിടുന്ന് വണ്ടിയിൽ കയറിയത്. പക്ഷെ അത് നടന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ ഒരു ബ്രയാൻ പാർക്കും പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കോക്കേഴ്സ് പാർക്ക് വേ എന്ന് പറയുന്നിട്ടുള്ള 2 സ്ഥലങ്ങളിൽ പോകാനായിട്ട് തന്നെ നോക്കി. അതാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കുറേ ഇഷ്ടംമാതിരി കടകളുണ്ട്. അതൊക്കെ ജസ്റ്റ് നോക്കി നടക്കുകയാണ്. ഈ സ്വെറ്ററും ഇതും ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. നല്ല തണുപ്പുണ്ട്. കോക്കേഴ്സ് പാർക്ക് വേയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കയറ്റമാണ് ഇവിടെ. ശ്വാസം കിട്ടുന്നില്ല. അയ്യോ, ഇരുട്ട്, തണുപ്പ്, കയറ്റം, ശ്വാസം കിട്ടുന്നില്ല. സൂപ്പർ ഫീലിംഗ് ആണ്. അയ്യോ, ഇതാണ് കോക്കേഴ്സ് പാർക്ക് വേയുടെ എൻട്രൻസ്. നമ്മള് കോട ഇറങ്ങുകയാണ്. അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കുകയാണ്. സൂപ്പർ അടിപൊളി. ഒന്നും കാണാൻ പോലും, ആ ഹോട്ടലിന്റെയൊക്കെ പേര് പോലും കാണാൻ വയ്യ. അമ്മതൊരു കോടയായി. നല്ല തണുപ്പ് തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ കുറേ ടൈം വേസ്റ്റ് ചെയ്തു. അപ്പോൾ വേസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 6:30 എണീറ്റ് പോയി എല്ലാ പ്ലേസസും കവർ ചെയ്ത് സെറ്റാക്കണമെന്ന് നമ്മൾ ഒരു തീരുമാനിച്ചുകൊണ്ട് ഇന്നലെ കിടന്നിട്ട് ഇന്ന് 5:45 തന്നെ എണീറ്റു. ഇപ്പോൾ മണി 6:45 നമ്മൾ ഇറങ്ങാൻ പോകുന്നു. ഇന്ന് മാക്സിമം പ്ലേസസ് കവർ ചെയ്യുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇറങ്ങാൻ വേണ്ടി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയാണ്. ബസിന്റെ മോളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് പറ്റാത്തോണ്ട് ഇറങ്ങുന്ന വീഡിയോ ആണ്. നമ്മൾ ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കടയിൽ നിന്നാണ് ഇഡ്ഡലി കഴിക്കുന്നത്. ഇത് ഇഡ്ഡലി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. അങ്ങനെ 4 ഇഡ്ഡലിയും ഒരു സിംഗിൾ ഓംലെറ്റും കഴിച്ചിട്ട് നമ്മൾ എല്ലാവരും ബസ്സിൽ കയറാൻ പോവാണ്. ഇനി ഡോൾഫിൻ നോസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇവിടുന്ന് 7 കിലോമീറ്റർ ഉണ്ട്. പെട്ടെന്ന് എല്ലാം കവർ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇതെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെയുള്ള റോഡിൽ കൂടെ പോകാണ്ട് നമ്മൾ ഷോർട്ട് കട്ടോടുകൂടി ഓഫ് റോഡ് പിടിക്കുകയാണ്. ഇതേ കണ്ടോ, ഇതേ ഇങ്ങനെ റോഡിൽ കൂടെ വരാൻ പറഞ്ഞപ്പോ കുറച്ച് അവന്മാർക്ക് പുച്ഛം
ഇതാ കഴപ്പ് കാണിക്കണം എന്ന് പറഞ്ഞതാ വരാതിരുന്ന ഒരു ഈ പറഞ്ഞ ഡോൾഫിൻ നോസ് എന്ന സ്ഥലത്തേക്ക് ഒരു ട്രക്കിംഗ് സ്പോട്ടാണത്. അത് നടന്ന് പോകാനായിട്ട് ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നു പോകുന്നതിൻ്റെ വഴിയുള്ള വ്യൂസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഞാൻ ഈ വഴി കൂടെ നടന്നു വന്നത് കിഡ്ലൻ ട്രക്കിംഗ് സ്പോട്ടാണ്. 2-2.5 കിലോമീറ്റർ നടക്കാനുള്ളൊരു ട്രക്കിംഗ് സ്പോട്ടാണ്. ഡോൾഫിൻ നോസ് അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കൊള്ളാം, നല്ല ട്രക്കിംഗ് ആണ്. ഇനിയും കുറേ ദൂരം പോകാനുണ്ട്, നമുക്ക് പോകാം. സ്ഥലത്തേക്ക് പോകുന്ന മൗണ്ടെയിൻ വ്യൂ ഇതാണ്. കിഡില വ്യൂ ആണ്. ഡോൾഫിൻ നോസ് കാണാൻ നമുക്ക് ഇനിയും താഴോട്ട് പോകേണ്ടതുണ്ട്. ഇത് മൗണ്ടെയിൻ വ്യൂ ആണ്. മൗണ്ടെയിൻ വ്യൂ ഇവിടെ ഒരു ഫോട്ടോഷൂട്ടിന്റെ പെരുമഴയായിരുന്നു. അപ്പോൾ എല്ലാവരും ഫോട്ടോഷൂട്ട് എടുത്ത് സെറ്റായി. എൻ്റെയും കുറേ ഫോട്ടോസൊക്കെ കിട്ടി, അടിപൊളി ഫോട്ടോസ് കിട്ടി. എല്ലാവരും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഇനി ഇതിൻ്റെ ക്യാമറമാൻ ഡിൽറ്റോ, സനൂപ്, ജുവൽ ജോളി ഇവരുടെയൊക്കെ ഫോണിൽ കിടിലം പിക്സ് കിട്ടി. ഇനി നമ്മൾ ഡോൾഫിൻ നോസിലേക്കാണ് പോകുന്നത്, താഴോട്ട്. ഇത് മൗണ്ടൻ വ്യൂ ആയിരുന്നു. ഇനി താഴോട്ട് 500 മീറ്റർ ഇനിയുണ്ട് പോകാൻ. നമ്മളിനി അങ്ങോട്ട് പോകുന്നു. തകൃതിയായി നടക്കുന്നുണ്ട്. അതെ, എല്ലാവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഒളിവർ ഫോട്ടോയും വിത്ത് ഹിസ് ലവ്ഡ് വൺ. അപ്പോൾ നമ്മുടെ ഡോൾഫിൻ നോസ് എന്ന് പറയുന്നത് ഒരു കഷ്ടപ്പെട്ട ഒരു ട്രക്കിംഗ് സ്പോട്ടാണ്. കിടിലായിരുന്നു ട്രക്കിംഗ് അങ്ങോട്ട് പോകാനായിട്ട്. പക്ഷെ തിരിച്ച് കയറാൻ പാടുപെട്ടു. അയ്യോ, ഭയങ്കരമായിട്ട് പാടുപെട്ടു. ഇത് നമ്മൾ പക്ഷേ കുറച്ച് ദൂരം നടന്നു കയറി വന്നു. ഇനി നമ്മുടെ ട്രാവലർ എത്താൻ വേണ്ടി, നമ്മുടെ ക്യാബ് എത്താൻ വേണ്ടിയിട്ട് ഇനിയും കുറേ ദൂരം ഉണ്ട്. 2 കിലോമീറ്റർ കൂടെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ക്യാബിൻ്റെ കാര്യം ചോദിച്ചു. ഇവിടെ ഒരാൾക്ക് 50 രൂപ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദാറ്റ് ഈസ് അഫോർഡബിൾ. അപ്പോൾ 50 രൂപയ്ക്ക് ഓരോരുത്തർക്ക് 50 രൂപയ്ക്ക് അങ്ങനെ പോവാന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ഈ ക്യാബിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുക. ഇതിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. 13 പേര് ഇതിലോട്ട് തന്നെ കയറി പോകാൻ പോവാണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ്. നമ്മളിനി ഗുണ കേവിലേക്ക് പോവാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. ഗുണ കേവിൽ എത്തുമ്പോൾ നനഞ്ഞ് ദൂരമൊന്നും അറിയത്തില്ല നമ്മൾ. എന്തായാലും നമ്മൾ ഇനി ഗുണ കേവിലേക്കാണ് പോകുന്നത്. ഇതാണ് പില്ലർ റോക്ക്. ഗുണ കേവിന്റെ അടുത്തുള്ളൊരു പില്ലർ റോക്കാണ്. നമ്മളിപ്പോൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഗുണ കേവിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാവലിലാണ് വരുന്നതെങ്കിൽ 50 രൂപയാണ് പാസ്. പിന്നെ ഓരോരുത്തർക്കും 30 രൂപ അങ്ങനെയാണ് പാസ് വരുന്നത്. അങ്ങനെ പാസ് കൊടുത്ത് നമ്മൾ ഇതിലോട്ട് കയറി. നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക എല്ലാവരും. ഇതിനകത്തോട്ട് കയറി ഇവിടെ 3 ആനകളുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്താണ് ഇതാ പില്ലർ റോക്ക്. പില്ലർ റോക്കിൻ്റെ കുറച്ചുകൂടെ നല്ല വ്യൂ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഗൈസ് നല്ല സ്മോഗ് വരുന്നുണ്ട്. അടിപൊളി സാധനമാണ് ഗൈസ്. ഗുണാക്കെ എത്തി ഗൈസ്. ഇതേ അങ്ങോട്ടുള്ള എൻട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇത് ശരിക്കും പൈൻ ഫോറസ്റ്റ് ആണോ അതോ ഗുണ കേവ് എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് തീർന്നത്. ആ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഗുണ കേവ് ആണെന്ന് മനസ്സിലായി. ഗുണ കേവ് കേവിന്റെ രൂപത്തിലുള്ള കാണുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാം. എത്തി ഗൈസ്, ഗുണ കേവ് എത്തി. നമ്മൾ എൻട്രൻസിലേക്ക് കയറി. ഫുൾ പൈൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നു. ഇതാണ് സാധനം. ഇതിൻ്റെ ഇടയിൽ കൂടെ നല്ല തിരക്കുണ്ട് ഗൈസ്. ാണ് ഈ പോകുന്നത്. സുബേഷിനെ തള്ളിയിടാനുള്ള പ്ലാൻ. അനക്കാണ്ട് നടക്കണേ. അത് ഇപ്പൊ പറഞ്ഞു. നല്ല തിരക്കാണെന്ന് കണ്ടാൽ തന്നെ അറിയാം ഗൈസ്. അൻപോട് കടലഞ്ഞാറുണ്ട്. ഹലോ സ്കൂൾ കുട്ടികളും
ഉള്ള എല്ലാ ഗ്രൂപ്പ്സും ഉണ്ട്. ഫുൾ തിരക്കാണ്. ഈ വേരുകളുടെ ഇടയിൽ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളത്, വേരുകൾക്കിടയിലൂടെ ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഒരു അതിസാഹസികമായ കാര്യമാണ്. എന്നാലും നമ്മൾ ഫോട്ടോ എടുക്കണമെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ പോകുന്നു. നല്ല തിരക്കാണ് ഗൈസ്, ഒരു രക്ഷയില്ല. നല്ല വ്യൂ ആയിരിക്കും ഗൈസ്. വ്യൂ പോയിന്റ് ആണ്. സിനിമയിൽ അവന്മാര് ചാടിയ ഗ്രില്ല് ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. ഇതിൻ്റെ അപ്പുറത്താണെന്ന് തോന്നുന്നു ഗുണാക്കേവ്. ഗുണാക്കേവിലോട്ട് നമുക്ക് എൻട്രി ഇല്ലല്ലോ, നമുക്കറിയാന്നുള്ള കാര്യമാണ്. നമുക്ക് ഈ വ്യൂ പോയിന്റ് ഒന്ന് കാണാം. പിന്നെ ഈ വേരുകൾക്കിടയിലൂടെ ഒരു വീഡിയോ എടുക്കാം. ഇതേ ഉമ്മാർ കയറുന്നുണ്ട്, ഞാൻ എൻ്റെ പുറകെ കയറട്ടെ. അപ്പോൾ ഈ വേരുകൾക്കിടെ ഫോട്ടോ എടുക്കാം. ഇത് മാത്രമേ ഉള്ളൂ ഗുണാക്കേവിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ നല്ല ആംബിയൻസ് ആണ് ഇവിടെ, കൊള്ളാം, നല്ല തണുപ്പുമുണ്ട്. ഞാൻ ഇതിൻ്റെ മണ്ടയിൽ കയറി ഇതിൻ്റെ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. തത്സമയമായി കാണിച്ചു കൊള്ളാം. ഇതാണ് താഴെ നിന്നുള്ളത്. അതിൻ്റെ മുകളിൽ നിന്ന് ആൾക്കാർ കാണുന്നുണ്ടോ? ഇതേപോലെ തന്നെ താഴെ നിന്ന് കാണാം. താഴെ നോക്കി ഇതിനേക്കാൾ മുകളിൽ നിന്ന് നോക്കിയതിനേക്കാൾ നന്നായിട്ട് കാണാൻ തോന്നുന്നു. പിന്നെ ഇതാണെന്ന് തോന്നുന്നു കേസ് ഗുണാക്കേവിലേക്കുള്ള വഴി. ഇവന്മാരെ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു ചാടിപ്പോയത്. മീൻസ് ആ സിനിമയിൽ കാണിക്കുന്ന പോലെ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു ആ ചാടിപ്പോയത്. ഇപ്പോൾ എന്തായാലും നല്ല പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്, ഇതിൽ നിന്ന് ചാടാനൊന്നും പറ്റത്തില്ല. കൊള്ളാം, വ്യൂ കൊള്ളാം. അപ്പൊ ഈ ഡോൾഫിൻ നോയ്സിന്റെ മൗണ്ടൈൻ വ്യൂ എന്നും പറഞ്ഞ് നമ്മൾ കണ്ടതിനേക്കാൾ നന്നായിട്ട് ഈ ഗുണാക്കേവ് ഒന്നും അതിന്റെ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. ഡോൾഫിൻ നോയ്സിന്റെ ആ മൗണ്ടൈൻ വ്യൂ കണ്ടത് തന്നെയാണ് എനിക്ക് നന്നായിട്ട് തോന്നിയത്. അല്ലാണ്ട് എനിക്ക് തോന്നിയൊന്നുമില്ല ഇത് അത്രയ്ക്ക് കൊള്ളാമെന്ന് തോന്നിയില്ല. പക്ഷെ ഗുണാക്കേവിന്റെ ആ ഒരു ചരിത്രം അനുസരിച്ചിട്ടാണ് എല്ലാവരും ഇവിടെ വരുന്നതെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട് ഇവിടെ, കൊള്ളാം. നല്ല എന്നാലും കൊള്ളാം. നമ്മുടെ കൊടൈക്കനാലിൽ വരാൻ പറ്റിയിട്ടുള്ള അടുത്തൊരു സ്പോട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഗുണാക്കേവിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ഗൈസ്. ക്യാരറ്റ് നിന്ന കുരങ്ങനെ കാണാൻ പോകുന്നു. ഇതാണ് ഗുണാക്കേവ്. ഇതിൻ്റെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ബൈ ഗുണാക്കേവ്, ബൈ. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോണേ? നമ്മളിനി പോണ്ടി അല്ലെങ്കിൽ കൂക്കലല്ലേ? ആ പൈൻ ഫോറസ്റ്റ് പോയില്ല. കുറച്ച് റീൽസ് എടുത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറച്ച് റീൽസ് എടുക്കണം, കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ സിംഗിൾ പിക് മസ്റ്റ്. ഓക്കെ. പിന്നെ ഡേവിയുടെ കുറെ എന്തൊക്കെ എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഇതൊക്കെ നമുക്ക് ചെയ്യണം. ടൈമില്ല, നമുക്ക് ടൈമില്ല, സമയമില്ല. We need to hurry. അതെ. ഇനി നമ്മൾ പൈൻ ഫോറസ്റ്റ് റീൽസ് ഒക്കെ എടുക്കണം. അവൻ പറഞ്ഞ പോലെ തന്നെ റീൽസ് ഒക്കെ എടുക്കണം. അതുകൊണ്ട് അതിനുള്ള സമയം ഒട്ടും ഇല്ല നമുക്ക്. നമ്മളിപ്പോഴും 2 ഡെസ്റ്റിനേഷൻ മാത്രമേ കയറിയിട്ടുള്ളൂ. രാവിലെ എത്ര മണി? 12:41. നല്ല വിശപ്പുണ്ട്. ഇതിന്റെ കൂട്ടത്തില് നമ്മൾ കഴിക്കുകയും ചെയ്തില്ല. നല്ലതായിട്ട് സമയം പോയി. അതുകൊണ്ട് ടൈം ഒന്നും കളയാണ്ട് പെട്ടെന്ന് നമ്മൾ മൂവ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ നടക്കുവാണ് ഗൈസ്. ഇതാണ് പൈൻ ഫോറസ്റ്റ്. കൊള്ളാം. നമ്മൾ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്കുള്ളത് കഴിച്ചു. ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ കുറച്ചുപേര് പൊറോട്ടയും ബീഫ് ബിരിയാണിയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പൂക്കൽ പോകുന്ന വഴി തന്നെ നമ്മൾ പൂമ്പാറ വില്ലേജ് കണ്ടു. പൂമ്പാറ വില്ലേജ് സെറ്റപ്പ് സ്ഥലമുണ്ട്. കാണിച്ചത് എന്റെ ഹുഡി അടിച്ചു മാറ്റി ഗൈസ്. അവന്റെ ഹുഡി അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. നമ്മളിനി ബാക്കി അവിടെ ചെന്നിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറെ കൃഷികൾ നമുക്ക് കാണാം. അവരെന്തോരം അധ്വാനിച്ചാണ് നമ്മൾ ജീവിക്കുന്നതിന്. ഹോം സെറ്റിൽമെന്റ്സും കാണാം. ഹോം സെറ്റിൽമെന്റ്സും അതേപോലെ കൃഷിയൊക്കെ കാണാം. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാണ്? അവരൊക്കെ നല്ല കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അങ്ങ് ദൂരത്തെ ടെന്റ് കണ്ടോ? അങ്ങ് ദൂരെ വെള്ളം. അവിടെ ടെന്റ് കാണുന്നുണ്ട് ഗൈസ്.
ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി പൈസ കൊടുത്തിട്ട് കുറച്ച് നല്ല പാക്കേജ് വരണമായിരിക്കും. ഞങ്ങൾ ലോക്കൽ ബഡ്ജറ്റ്. ഓക്കെ, ഇപ്പോഴത്തേക്ക് നമ്മൾ ലോക്കൽ ബഡ്ജറ്റ് ആണ്. നമ്മൾ ഇനിയും അങ്ങനെ അവസരം കിട്ടുവാണെങ്കിൽ നമ്മൾ വന്നിരിക്കും. അപ്പൊ ഇനി നമ്മൾ നേരെ ലഡാക്കി പിടിക്കാൻ പാ. ലഡാക്ക്. ഓക്കെ, അപ്പൊ ഇനി നേരെ നമ്മൾ കൂക്കലിലേക്ക് പോവാണ്. ഓക്കെ, തപ്പിയായിരുന്നു. ക്യൂട്ടർ. അല്ല അടുത്ത എടുത്തു. തിരിച്ചു പോവുകയാണ്. ഗൂഗിളില് ഒന്നുമില്ല, പോയിട്ടൊരു പായല് പോലും ഇല്ല. അപ്പോൾ നമ്മള് തിരിച്ചു പോവുകയാണ്. തിരിച്ച് കൊടൈക്കനാൽ തന്നെയാണ്. കൊടൈക്കനാല് കുറച്ചേരം ചോക്ലേറ്റ് ഇതുവരെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് സെറ്റായി നമ്മൾ നമ്മുടെ ഓഫീസിലേക്കും അതായത് നമ്മുടെ വീട്ടിലേക്കുമായിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ചോക്ലേറ്റും തേയിലയാണ് മേടിച്ചിരിക്കുന്നത്. കുറേ ചോക്ലേറ്റ് പാക്കറ്റും തേയില പാക്കറ്റുമാണ് നമ്മൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ചേട്ടന് ഇത് കട നമ്മുടെ കൊടൈക്കനാലിലെ മെയിൻ അട്രാക്ഷനായ ലേക്ക് വ്യൂ പോയിന്റിലെ കടയായ മിസ്സസ് ചോക്ലേറ്റ് കോർണറിന്റെ അതിൽ നിന്നാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ചേട്ടനെ നമ്മൾ റിച്ച് ആക്കിയിട്ടുണ്ട്. ചേട്ടനൊരു ഹായ് പറയൂ. ഹായ്. വണ്ടി. ഓക്കെ, അപ്പൊ ചേട്ടനെ നമ്മൾ റിച്ച് ആക്കിയിട്ടുണ്ടെന്ന് സന്തോഷമായി. ചേട്ടന് ഹാപ്പി ആയി. നമ്മൾ പോവാണ്. ബൈ. ഡിസ്കൗണ്ട് വന്നു. ഓക്കെ, ഓരോരുത്തർക്ക് നമുക്ക് ഡിസ്കൗണ്ടും തന്നു. എന്നിട്ട് നമ്മളൊരു കോഫിയും കുടിച്ചു. ഞാൻ ഇതുവരെ ഇടാത്തെന്ന് വെച്ചാല് ഫോൺ ചാർജ് ഇല്ലായിരുന്നു, പിന്നെ റേഞ്ച് കിട്ടാത്ത സ്ഥലവും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ കൂക്കലിൽ പോയിട്ടുള്ള വിശേഷം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം വന്നുകൊണ്ടിരുന്ന വഴി തന്നെ നമ്മളൊരു വ്യൂ കണ്ടു. ഒരു പോയിന്റിൽ വ്യൂ കണ്ടു. നല്ല റോഡ്, വിജനമായി കിടന്ന നല്ല റോഡും ഉണ്ടായിരുന്നു. അപ്പൊ ആ റോഡിൽ നിന്നിട്ട് കുറെ ഫോട്ടോസ്, വീഡിയോസ്, പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഇതെല്ലാം എടുത്തായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. ആ റീൽ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കുണ്ട് അവിടെ ഉള്ള ഒരു ഫോറസ്റ്റ് ഓഫീസർ എന്തോ വന്നിട്ട് ഇവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനാക്കി. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മള് റീൽ എടുക്കാൻ വേണ്ടി നിൽക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പിന്നീട് നമുക്ക് വേറൊരു സ്ഥലത്ത് നിർത്താൻ പറ്റത്തില്ല. പക്ഷെ അങ്ങേര് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് പോവേണ്ടി വന്നു. പിന്നെ നമ്മൾ നേരെ കൊടൈക്കനാൽ വെച്ച് പിടിച്ചു. പിന്നെ ഇവിടെ വന്നു, ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു. പിന്നെ നമ്മള് നേരെ ബസ്സിൽ പോവാണ്. ഇത് ചോക്ലേറ്റ്. പിന്നെ സാമ്പിൾ കിട്ടി നമ്മൾ കഴിക്കണം. കൊള്ളാം, ചോക്ലേറ്റ് കൊള്ളാം, സൂപ്പർ. കൊടൈക്കനാലിൽ നേരെ നമ്മൾ എറണാകുളത്തോട്ട് തിരിക്കുമായിരുന്നു. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് പളനി കയറിയിട്ട് പളനിയിൽ ഇറങ്ങി നമ്മൾ ഫുഡ് കഴിച്ചു. അവിടുത്തെ ചെട്ടിനാട് ചിക്കൻ, പെപ്പർ ചിക്കൻ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ചെട്ടിനാട് ചിക്കൻ അത്ര ഇതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ പെപ്പർ ചിക്കൻ അടിപൊളിയായിരുന്നു. 2 പൊറോട്ടയും കഴിച്ചു. അതിന്റെ കൂട്ടത്തിലൊരു തട്ടുദോശ ഉണ്ട്, കൽദോശ എന്ന് അങ്ങനെ എന്തോണം അവർ പറയുന്നത്. നമ്മളിവിടെ തട്ടുദോശ എന്ന് പറയും. പക്ഷെ ആ തട്ടുദോശ ഇരിക്കുന്നതിന് വലിയ സൈസ്, ഇത്ര വലിയ സൈസാണ്. ഒരെണ്ണം തിന്നാൻ തന്നെ ഇത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊരെണ്ണം കഴിച്ചപ്പോഴത്തേക്ക് കൊള്ളാം, നല്ല രസമായിരുന്നു. അപ്പൊ തട്ടുദോശ കൊള്ളായിരുന്നു, പെപ്പർ ചിക്കൻ കൊള്ളായിരുന്നു, പിന്നെ ബാക്കി കൊത്തു പൊറോട്ടയൊക്കെ കൊള്ളായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് അത് കഴിച്ചതിന് ശേഷം നേരെ തിരിച്ച് നമ്മൾ പാലക്കാട് നമ്മൾ ആദർശനെ ഇറക്കി. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ 4 മണിക്ക് ഇവിടെ കൊച്ചി എടപ്പള്ളി എത്തി. 4:30 ആയപ്പോഴത്തേക്ക് ഞാനിവിടെ എൻ്റെ സ്റ്റേയിൽ അവിടെ എത്തി. ഇതായിരുന്നു കൊടൈക്കനാൽ വിശേഷങ്ങൾ. കൊടൈക്കനാലിലെ നമ്മൾ പോയതെന്ന് വെച്ചാൽ, എക്സ്പ്ലോർ ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ പോയത് ലേക്കിലായിരുന്നു. ലേക്കിന്റെ അടുത്തായിരുന്നു നമ്മുടെ സ്റ്റേ വരുന്നുണ്ടായിരുന്നത്. അപ്പൊ ലേക്ക് തന്നെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ നമ്മൾ കോക്കോസ് പാർക്ക് വേയിൽ കയറിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മൾ പോയത് ഡോൾഫിൻ നോസ്, ഗുണ കേവ്,
കൂക്കൽ മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂക്കലില് വലിയ വ്യൂ പോയിന്റ് ഒന്നും വരുന്നില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷെ കൂക്കലിൽ പോകുന്ന ആ വഴി അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊടൈക്കനാൽ വിശേഷങ്ങൾ. ഇനിയും പല കാര്യങ്ങളുമായി, പല വിശേഷങ്ങളുമായി അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. ഇറ്റ്സ് മീ ആദി, സൈനിങ് ഓഫ്.